60 രൂപ കൊടുക്കും. 60 രൂപ കേട്ടോ. അടുത്ത 220 കൊടുക്കാം. 220 ഡീസൽ വണ്ടി. ഇത് ഫുള്ള് ലോണും ചെയ്തു. ഫുള്ള് ലോൺ ചെയ്യാൻ നമുക്ക് 3 രൂപയ്ക്ക് കൊടുക്കാം നമുക്ക്. ഫ്രണ്ട്സ്, നമ്മൾ റൈഡോണിന്റെ രണ്ടാമത്തെ ഒരു പാർട്ടാണ്. ഇവിടെ അത്യാവശ്യം നമുക്ക് ലാസ്റ്റ് പാർട്ടിൽ അത്യാവശ്യം നല്ല ഓഫർ റേറ്റിലും ചെറിയ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഇന്നോവകളൊക്കെ പരിചയപ്പെട്ടു. ഇന്ന് വീണ്ടും നമുക്ക് തവണ അത്യാവശ്യം നല്ല ഫാമിലി വെഹിക്കിൾസ് ഉണ്ട്. അത് നമുക്ക് ഏകദേശം 100ഓളം വാഹനങ്ങളാണുള്ളത്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കാക്കഞ്ചേരിയാണ്. കാക്കഞ്ചേരി പള്ളിക്കൽ ബസാർ റൂട്ടില്. ഇന്ന് ഷെരീഫ് തന്നെയാണ് നമ്മൾ കൂടെ ഉള്ളത്. ഷെരീഫ് ഒരു i20 ഫ്ലൂയിഡിക് i20 പൊട്ടിച്ചു കൊടുത്തൂടെ നമുക്ക്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 220 കൊടുക്കാം. 220 ഡീസൽ വണ്ടി. 12 മോഡൽ വണ്ടി. നല്ല കിടിലം സ്പേസും അത്യാവശ്യം നല്ല മൈലേജും ഫീച്ചേഴ്സും വരുന്ന വണ്ടി. അത്യാവശ്യം ടൈൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 1 lakh ഓടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ല സ്പേഷ്യസ് ആണ്. ചെറിയൊരു ഓൾട്ടോയുടെ പ്രൈസിന് ഒരു ഡീസൽ വണ്ടി ഉണ്ടോ? നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. ക്വാളിറ്റി വണ്ടിയാണ്. ട്രാക്ക് ഒക്കെ മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. ലോണും ചെയ്ത് കൊടുക്കാം. 220 സെലേറിയോ ആണ്. ഇത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി. സെലേറിയോ ഓട്ടോമാറ്റിക് ന്യൂ ഫേസ് ഒക്കെ വന്ന വണ്ടിയാണ് അല്ലെ? അത് കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. അത്യാവശ്യം ടൈൽസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2017 വണ്ടി. VXI ഓട്ടോമാറ്റിക് വണ്ടിയാണ്. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. എത്ര രൂപ കൊടുക്കാൻ പറ്റൂ? ഇത് നമുക്ക് ഫൈനല് 3.5 കൊടുക്കാം. 3 രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു 19 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. അടുത്ത വീണ്ടും നമുക്ക് നമ്മുടെ ടാക്സി പെർമിറ്റ് ഡീസലിൽ ഡിസയർ വരുന്നുണ്ട്. 2017 മോഡല് 18 രജിസ്റ്റർ. നമുക്ക് ഫൈനലി നമുക്ക് 360 കൊടുക്കാം. 360 കൊടുക്കാം. ഫുൾ ലോൺ ചെയ്യാൻ പറ്റുമോ? ഇത് ഫുള്ള് ലോണും ചെയ്തു. ഫുള്ള് ലോൺ ചെയ്യാം. 360 ഡീസൽ വണ്ടി. അത് ഫുൾ ലോൺ പെർമിറ്റ് ഉള്ള വണ്ടിയാണ്. അടുത്തൊരു ടൊയോട്ട കൊറോള ഓൾട്ടീസ് ആണ്. ഇത് നമുക്ക് കെൽട്ടൺ BC നമ്പറൊക്കെ ആയ വണ്ടിയാണ്. ഏതായിരുന്നു മോഡലൊക്കെ വരുന്നത്? ഇത് 2010 മോഡല്. പുതിയ പേപ്പർ എടുത്ത വണ്ടി കേട്ടോ. പുതിയ പേപ്പർ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുള്ള വണ്ടി, നമ്പറായ വണ്ടി. ഇത് നമുക്ക് 240 കൊടുക്കാം. 240 കൊടുക്കാം. പുതിയ പേപ്പർ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുള്ള പ്രൈസ് ആണ് അല്ലെ. അടുത്ത നമുക്കൊരു എക്കോ സ്പോർട്ട് വരുന്നുണ്ട്. ഡീസൽ വണ്ടിയാണ് അല്ലെ? അതെ. ഇത് നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഫൈനലി നമുക്ക് 3 രൂപയ്ക്ക് കൊടുക്കാം. നമുക്ക് 3 രൂപ കൊടുക്കാം. 3 രൂപ. ഇത് ഇതാണ് ട്രെൻഡ് ലൈൻ ആണ്. ഡീസൽ വണ്ടിയാണ്. 3 രൂപ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തൊരു എസ്ക്രോസ് ആണ്. എസ്ക്രോസ് ഡീസൽ അല്ല വണ്ടി. ഡീസൽ 2015 മോഡൽ അൽഫ. അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. ഫുൾ അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും വരുന്നുണ്ട്. പുഷ്പയുടെ സ്റ്റാർട്ടിങ്ങും സ്റ്റിയറിംഗിലെ കൺട്രോൾസ് കമ്പനി ഇൻബിൽറ്റ് സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിലേറെയൊക്കെ ഹൈലൈറ്റ് ആണ് 1.6 ഈ വണ്ടി വന്നിട്ടുള്ളത്. കുറച്ച് റയർ ആണ്. സോ പെർഫോമൻസും മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് 430 മാക്സിമം ലോണും ചെയ്യാം. അടുത്തൊരു സ്വിഫ്റ്റ് ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2020 മോഡൽ VXI. അത്യാവശ്യം നമുക്ക് ടൈൽസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ഇന്ത്യയിലൊക്കെ നോക്കി നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ്, LCD സ്ക്രീൻ ഒക്കെ വരുന്ന 20 മോഡൽ വണ്ടിയില്ല. അത്യാവശ്യം മൈലേജും കിട്ടൂല. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. എത്ര രൂപ ചെയ്യാൻ പറ്റും? 480 കൊടുക്കാം. 480 ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റൂത്? ഇത് നമുക്കൊരു 50 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. നമുക്ക് ഡെയിലി യൂസിന് മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അമേസ്. അതെ. അത്യാവശ്യം നമുക്ക് 14 വരെ ലോങ് ഡ്രൈവിന് മൈലേജ് കിട്ടുന്ന ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി. ഏതായിരുന്നു മോഡൽ വരുന്നത്? ഇത് 2013 മോഡല്. 2013 മോഡല് ഫുൾ ഓപ്ഷൻ വണ്ടി. ഏറ്റവും ഫുൾ ലോഡ്, ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന ഒരു വണ്ടിയാണ്. ഇത് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഫൈനലി 295 കൊടുക്കാം. 295 മാക്സിമം ഒരു 10-30 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. അടുത്ത നമുക്കൊരു സ്വിഫ്റ്റ് ആണ്. ഡീസൽ വണ്ടിയാണ്. അല്ല കിട്ടില്ല, അലോയൊക്കെ ആഡ് ഓൺ ചെയ്ത വണ്ടിയാണ്. അത് കമ്പനി അലോയ് തന്നെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു മോഡൽ? 2016 മോഡല് VDI. സിംഗിൾ ഓണർഷിപ്പിൽ 77,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ചെറിയ കിലോമീറ്റർ ആണ്. ഈ ഒരു റേഞ്ചിൽ ഈ ഒരു മോഡലിൽ നമുക്ക് ഇത്ര ചെറിയ കിലോമീറ്റർ വണ്ടി കിട്ടാൻ പാടാണ്. മോഡലിനെ വെച്ച് ചെറിയ കിലോമീറ്റർ ആണ്. കേൾക്കുമ്പോൾ വലുത് തോന്നില്ലേ? വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അഡീഷണൽ പുതിയ അലവില് ചെയ്തിട്ടുണ്ട്. നമ്മള് ബലാനന്റെ അലവിലേക്ക് ആണോ ചെയ്യുന്നത്? LCD കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര പേര് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഫൈനല് 465 കൊടുക്കാം. 465 19 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. അടുത്തൊരു ടിയാഗോ ആണ്. ടിയാഗോന്റെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. പെട്രോൾ ആണ്. അത് നമുക്ക് മാനുവൽ വണ്ടിയില്ല. മോഡല് ഇത് 2016 മോഡലാ. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 260 കൊടുക്കാം. 260 മാക്സിമം ലോണും ചെയ്യാം. അടുത്തൊരു ന്യൂ ഫേസിലൊക്കെ വരുന്ന ഒരു ടൊയോട്ട കൊറോള ഓൾട്ടീസ് ആണ്. അൾട്ടീസ് 2015 മോഡല്. ജെ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. നമ്പറായ വണ്ടിയാണ്. 1 സംതിങ് ഓടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫൈനല് 570 കൊടുക്കാം. 570 കൊടുക്കാം. മാക്സിമം ലോണും ചെയ്യാം. ചെയ്ത് കൊടുക്കാം. അതൊരു സ്വിഫ്റ്റ് ഡിസയർ ആണ് വരുന്നത്. അപ്പൊ ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടില ഇന്റീരിയർ ആണ്. അത്യാവശ്യം നമുക്ക് അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി. പെട്രോൾ 2014 പെട്രോൾ VXI.
നമുക്ക് എത്ര ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് വെറും 55,000 കിലോമീറ്റർ ഓടി. അതാണ് ഹൈലൈറ്റ് ഇല്ല. എത്രയും കാലമായിട്ട് 55,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഫൈനൽ 370 കൊടുക്കാം. മാക്സിമം ലോണും ചെയ്യാം. ലോണും ചെയ്ത് കൊടുക്കാം. അടുത്ത വീണ്ടും നമുക്ക് എസ്ക്രോസ് ആണ്. 16 മോഡൽ വണ്ടിയാണ്, 2016 മോഡൽ. അതെ, ഇത് ഫേസ് ലിഫ്റ്റ് ഒക്കെ ചെയ്ത വണ്ടിയാണ്. ന്യൂ ഫേസിക്ക് ഫേസ് ലിഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡീസൽ വണ്ടി, ഡീസലാണ്. ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. അത് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്ങും ഗിയർലെസ് എൻട്രിയും അതേപോലെ തന്നെ നമുക്ക് ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്ന നല്ല ഫാൻസി നമ്പറോട് കൂടി ഒരു വണ്ടി. എത്ര പേര് ചെയ്യാൻ പറ്റും? 5-10 കൊടുക്കാം. 5-10 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. അടുത്ത ഒരു വെർണയാണ്. അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു മോഡൽ അല്ലേ? ഏറ്റവും ലോഡാണ്. മാനുവല് 2018 മോഡല് വെർണ, ന്യൂ ഷേപ്പ്. ഇത് നമുക്ക് ഫൈനലി ഇത് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടി കേട്ടോ. വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. 1 സംതിങ് ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഇത് നമുക്ക് ഫൈനല് 740 കൊടുക്കാം. 740 1.6 ഡീസലിൽ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി. അത് നമുക്ക് ചെറിയൊരു ബഡ്ജറ്റ് പ്രൈസ് ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ ചെയ്യാം. അടുത്ത് വീണ്ടും നമുക്കൊരു ഫേസ് ലിഫ്റ്റ് വന്ന ഒരു അമേസ് ആണ്. അമേസ് 2019 മോഡല് അമേസ്. സിംഗിൾ ഓണർ വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് നമുക്ക് ഫൈനല് 460 കൊടുക്കാം. 460 നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. റിഡ്സ് ആണ് അല്ലേ? അതെ. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? ഇത് 2010 മോഡൽ VXI. വേറെ ഫാൾട്ടുകളൊന്നുമില്ല, ഹൈ ക്വാളിറ്റി വണ്ടിയാ. ഇത് നമുക്ക് ഫൈനൽ 185 കൊടുക്കാം. 185 നമുക്ക് ചെയ്യാൻ പറ്റും. ചെറിയൊരു ഓൾട്ടോന്റെ പ്രൈസിന് ഡീസൽ വണ്ടി ഉണ്ടോ? അതെ, പെട്രോൾ വണ്ടി ഉണ്ടോ? അല്ല, അത് ഡീസൽ വണ്ടിയാണ്. 25 വരെ മൈലേജ് കിട്ടുന്ന ഒരു ബീറ്റ് ഇല്ല, ഡീസൽ ബീറ്റ്. എങ്ങനെയായിരുന്നു മോഡൽ? 2012 മോഡൽ LT, ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. ഏറ്റവും ഫുൾ ലോഡ്, ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ, അലോയ്സ് അടക്കം വരുന്ന വണ്ടിയാണ്. റിയറിൽ വൈപ്പർ ഒക്കെ വരുന്ന വണ്ടി അല്ലേ? ശരിക്കും എത്ര രൂപ കൊടുക്കാൻ പറ്റും? 120 കൊടുക്കാം. 120 KUV 100 ആണ്, ഡീസൽ വണ്ടിയാണ്. ഏകദേശം 18-20 മൈലേജ് കിട്ടുന്ന ഒരു മിനി SUV ടൈപ്പ് വാഹനം. അതെ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 2017 മോഡല്. ഇത് നമുക്ക് 2.5 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപ ഫുൾ ഓൺ അല്ലേ? അടുത്തൊരു മൈക്രാണ്, ഡീസൽ വണ്ടിയാണ്, XV ആണ്, ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. ഇതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് 2013 മോഡല്. 2013 മോഡൽ VXI. അതെ അതെ. 85,000 കിലോമീറ്റർ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 265 കൊടുക്കാം. 265. അടുത്തൊരു 7 സീറ്റർ ചെറിയ ബഡ്ജറ്റിൽ നോക്കുന്ന ഡാറ്റ്സന്റെ ഗോപ്ലസ് ആണ്. നല്ലൊരു 7 സീറ്റർ വണ്ടിയാണ്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന. ഇത് നമുക്ക് ഓപ്പറേറ്റിന് കൊടുക്കാം. എത്ര? 170 കൊടുക്കാം. 170 ഒരു 7 സീറ്റർ ആണ്. അത് മാക്സിമം ഫുൾ ഓണും ചെയ്യാം. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. 2015 മോഡൽ കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 70,000 ഓടിയിട്ടുള്ളൂ. ഫുൾ ഓണും ചെയ്യാം. ഫുൾ ഓണും ചെയ്ത് കൊടുക്കാം. അടുത്തതാണ് നമുക്ക് ഒരു ഇയോൺ ആണ്. ഇയോൺ, അതെ. ഏതായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 14 മോഡൽ. 14 മോഡൽ വണ്ടി. നമുക്ക് ഒരു 110 കൊടുക്കാം. 110 മാക്സിമം ലോൺ ചെയ്യാം. ഒരു ബൈക്കിന്റെ പ്രൈസിന് ഒരു കാർ ഇല്ല? അതെ. അത് ഏകദേശം ഒരു 3-4 രൂപ ഒരു മാസം മാറ്റി വെച്ചാൽ മതിയാവും. അതെ അതെ അതെ. അടുത്തൊരു നിസാന്റെ സണ്ണി 2011 മോഡൽ പെട്രോൾ വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റൂത്? ഇത് നമുക്ക് 140 കൊടുക്കാം. ഫൈനൽ 140 നമുക്ക് ഫൈനൽ കൊടുക്കാം. അതേപോലെ ഒരു ഓൾട്ടോ കേട്ടൺ ആണ്, K സീരീസ് എഞ്ചിൻ ആണ്, KL11 രജിസ്ട്രേഷൻ, നല്ല നമ്പറൊക്കെ വരുന്ന വണ്ടിയില്ല. എന്തായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2013 മോഡൽ LXI. വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. എത്ര രൂപ കൊടുക്കാം? 1.25 ലക്ഷം രൂപ. 1.25 എല്ലാം ഫുൾ വർക്ക് എടുത്ത വണ്ടിയാണ് അല്ലേ? അടുത്ത വീണ്ടും നമുക്കൊരു മൈക്രോ തന്നെയാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2017 മോഡലാണ്, നമ്പർ ആയ വണ്ടി. ഇത് 2.5 രൂപ കൊടുക്കും. 2.5 രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അടുത്തൊരു ഡീസൽ റിഡ്സ് ആണ്, ന്യൂ ഫേസ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. ഓണർഷിപ്പ് 3rd ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫൈനല് 260 കൊടുക്കാം. 260 നമുക്ക് ചെയ്യാൻ പറ്റും. ZDI വണ്ടിയാണ്. 260 അല്ലേ? അടുത്തവണ നമുക്ക് നല്ലൊരു കിടിലം ഫോർഡ് ഫിഗോ ആണ്. 2012 മോഡല്. ഇത് നമുക്ക് ഫൈനല് 110 കൊടുക്കാം. 110 നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തൊരു ഓൾട്ടോ ആണ്, ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഓൾട്ടോയുടെ അത്യാവശ്യം കളക്ഷൻ വരുന്നുണ്ട്. ഇത് എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക്? LXI 2003 വണ്ടിയാ. ഇത് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേപ്പറും കാര്യങ്ങളൊക്കെ വിറ്റാണ്. 2028 പേപ്പർ ഉണ്ട്. ഇത് നമുക്ക് 60 രൂപ കൊടുക്കും. 60 രൂപ കേട്ടോ. അടുത്തതാണ് വീണ്ടും നമുക്കൊരു ഓൾട്ടോ ആണ്, 2011 മോഡല്. LXI ആണ് അല്ലേ? LXI. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് ഫൈനല് നമുക്ക് ഒരു 110 കൊടുക്കാം. പേപ്പർ എടുത്തിട്ട് ന്യൂ പുതിയ പേപ്പർ എടുത്തിട്ട് 110 കൊടുക്കാൻ പറ്റും. 13 മോഡൽ ഇയോൺ അല്ലേ? അത്യാവശ്യം നമുക്ക് ചെറിയൊരു ബഡ്ജറ്റ് കൊണ്ടാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അതെ. ഇറാ പ്ലസ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടിയാണ്. മ്യൂസിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അവിടെ പ്രൈസ് വരുന്നത് എത്രയായിരുന്നു? 1.25 കൊടുക്കാം. 1.25 മാക്സിമം നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ലോൺ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മളുണ്ടായിരുന്ന റൈഡോണിലാണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കാക്കഞ്ചേരിയാണ്. നമുക്ക് കുറേ വാഹനങ്ങളുള്ളതുകൊണ്ട് ചിലപ്പോൾ ചെറിയ ചെറിയ അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ വിട്ടുപോയിട്ടുണ്ട്.
അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്താൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരൂല. അതെ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ പെട്ടെന്നുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് കുറെ മൂപ്പരെ പ്രിപ്പയർ ചെയ്യാനൊക്കെ കുറെ വണ്ടികൾ കുറെ ഉള്ളതുകൊണ്ട് മൈൻഡിൽ കുറെ നിൽക്കാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ലാഗിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളോട് വിളിച്ച് വാട്സാപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നിരിക്കും. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ നമ്പർ ഉണ്ട്. അപ്പൊ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. റിയാസ് ആൻഡ് ഷെരീഫ് സൈനിങ്.